അടുത്ത പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പെർപെൻഡിക്കുലർ ലൈൻസ് എന്നാണ് ആ ടോപ്പിക്കിൻ്റെ പേര്. അപ്പം പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻസ്. പാരലൽ ലൈൻസ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത പെർപെൻഡിക്കുലർ ലൈൻ. ഇതിനകത്ത് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. L1 എന്നൊരു ലൈനും L2 എന്നുള്ള ലൈനും. ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻസാണ്. ആ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എ എന്നുള്ള പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആംഗിൾ ഫോം ചെയ്യും. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസിന് പറയുന്ന പേര് പെർപെൻഡിക്കുലർ ലൈൻസ്, അല്ലെങ്കിൽ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 എന്ന് നമുക്ക് പറയാം. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവാൻ ഉള്ള കണ്ടീഷൻ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമുക്ക് ടാൻ തീറ്റ ആണ് ഒരു ഫോർമുലയുണ്ട്. ടാൻ തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ആണുള്ള ഫോർമുല. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. ടാൻ 90 വരും. ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ലെഫ്റ്റ് സൈഡ് ഇൻഫിനിറ്റി. ലെഫ്റ്റ് സൈഡ് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഫ്രാക്ഷൻ ആണ്. A/B എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ഈ ഫ്രാക്ഷൻ ഇൻഫിനിറ്റി വരണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവണം. അതാണ് കണ്ടീഷൻ. ന്യൂമറേറ്റർ 0 ആയാൽ 0 എന്ന് വരും. ഡിനോമിനേറ്റർ 0 ആയാൽ ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി എന്ന് ആൻസർ വരണം. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവണം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് M1 M2 0 ആവണം. 1 പ്ലസ് M1 M2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ M1 M2 മൈനസ് 1 എന്ന് വരും. M1 എന്ന് പറയുന്നത് L1-ന്റെ സ്ലോപ്പ്. M2 എന്ന് പറയുന്നത് L2-ന്റെ സ്ലോപ്പ്. അപ്പോൾ എന്ത് കിട്ടണം? ആൻസർ M1 M2 മൈനസ് 1 എന്ന് കിട്ടണം. M1 M2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം പ്രോഡക്റ്റ് എന്ന് പറയാം. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ്. സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റാണ് -1 എന്ന് വരുന്നത്. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ഇസ് ഈക്വൽ ടു -1. അതായത് M1 ഇൻറ്റു M2 ഇസ് ഈക്വൽ ടു -1 എന്ന് വരികയാണെങ്കിൽ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷൻ. M1 M2 ഇസ് ഈക്വൽ ടു -1. ഇത് ഓർത്തിരിക്കണം. ചിലപ്പോൾ A പാർട്ടിന് ചോദിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ലൈൻസ് ഉണ്ട്, L1-ഉം L2-ഉം. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 എന്ന് തന്നിട്ടുണ്ട്. L1-ൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. AX പ്ലസ് BY പ്ലസ് C ഇസ് ഈക്വൽ ടു 0. ഇനി L2 എന്ന് പറയുന്നത് L1-ന് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ എയിം എന്ന് പറയുന്നത് L2-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ L1-ൻ്റെ ഇക്വേഷൻ തന്നാൽ എങ്ങനെ L2-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും? കണ്ടീഷനുണ്ട്, L1 ആൻഡ് L2 ആർ പെർപെൻഡിക്കുലർ ലൈൻസ്. അപ്പോൾ L2-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് വളരെ സിമ്പിളാണ്. അതിൻ്റെ പ്രൂഫൊന്നും വേണ്ട, ജസ്റ്റ് ആ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. L2-ൻ്റെ ഇക്വേഷൻ ഇതാണ്. AX പ്ലസ് BY പ്ലസ് C ഇസ് ഈക്വൽ ടു 0 ആണ് L1-ൻ്റെ ഇക്വേഷൻ എങ്കിൽ L2-ൻ്റെ ഇക്വേഷൻ BX മൈനസ് AY പ്ലസ് K ഇസ് ഈക്വൽ ടു 0. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ ഇക്വേഷൻ AX പ്ലസ് BY പ്ലസ് C ഇസ് ഈക്വൽ ടു 0-ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് A, വൈയുടെ കോഎഫിഷ്യൻറ്റ് B. ഇവിടെ വരുമ്പോൾ അത് തമ്മിൽ തിരിയും. അപ്പോൾ ഇവിടെ എന്ത് വരും? വൈയുടെ കോഎഫിഷ്യൻറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് കണക്റ്റിംഗ് സൈൻ എന്തായിരിക്കണം? മൈനസ്. കോഎഫിഷ്യൻ്റാണ് മാറ്റേണ്ടത്. അതായത് B എങ്ങോട്ട് വരണം? B ഇതാ ഇങ്ങോട്ട് വരണം. B എന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യൻറ്റ്. A ഇതാ ഇങ്ങോട്ട് പോകണം. അപ്പം B ഇങ്ങോട്ട് വരുമ്പം BX എന്ന് വരും. A ഇങ്ങോട്ട് വരുമ്പം AY എന്ന് വരും. ഇത് തമ്മിലുള്ള സൈൻ മൈനസ് എന്ന് ഇടണം. പ്ലസ് കോൺസ്റ്റൻറ്റ് K.
ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. 5 മാർക്കിൻ്റെ എങ്കിൽ 4 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ഇത് ചോദിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. അടുത്തത് പ്രോബ്ലമാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താണ്? അത് തന്നിരിക്കുന്ന 2x + 3y = 5 എന്നുള്ള ഇക്വേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കൂടാതെ -2 1 എന്നുള്ള പോയിന്റിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ലൈൻ ഇതാണ് 2x + 3y = 5. ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ എഴുതണം. അത് തൊട്ട് മുമ്പ് പഠിച്ചതേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് 3 ഇതാ ഇങ്ങോട്ട് കൊണ്ടുവരണം, 2 ഇങ്ങോട്ടും കൊണ്ടുവരണം. അപ്പം 3 ഇപ്പുറത്ത് വരും, അപ്പം 3x എന്ന് വരും. 3 ഇങ്ങോട്ട് വരണം, 2 ഇങ്ങോട്ട് പോകണം, അപ്പോൾ 2y + k = 0. ഇവിടെ മൈനസ് കൊടുക്കണം, ഇവിടെ മൈനസാണ് കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. അപ്പം 3 ഇങ്ങോട്ട് വരും, 2 അങ്ങോട്ട് പോകും, ഇവിടെ മൈനസ് ആവും, + k = 0. ഇനി k കണ്ടുപിടിക്കണം. അതിന് തന്നിരിക്കുന്നത് എന്താ? ഈ ഇക്വേഷൻ, ഈ ലൈൻ -2 1 എന്നുള്ള പോയിന്റിൽ കൂടെ കടന്നു പോകും. പാസിംഗ് ത്രൂ -2 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എക്സിന് പകരം -2 എന്ന് കൊടുക്കാം, വൈക്ക് പകരം 1 എന്ന് കൊടുക്കാം. അപ്പം 3 × -2 -2 × 1 + k = 0. ഇത് -6 -2 + k = 0. ഇത് -8 ആണ്. -8 + k = 0. k = 8. അപ്പോൾ kക്ക് വരെ 8 കൊടുക്കണം. അപ്പോൾ 3x - 2y + 8 = 0. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ. പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷനാണ് ഇത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അതാണ് ഇവിടുത്തെ ടെക്നിക്ക്. അടുത്ത പ്രോബ്ലമാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു 3x - 5y + 2 = 0 ആൻഡ് പാസിംഗ് ത്രൂ -2 -1. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ലൈനാണ് വേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ കോഎഫിഷ്യൻറ്റ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് -5 -5 ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് -5 വരണം, അങ്ങോട്ട് 3 പോകണം. അപ്പോൾ ഇങ്ങോട്ട് -5, അപ്പോൾ -5x. നമുക്ക് ഈ -5 ഇങ്ങോട്ട് കൊണ്ടുവരണം, -5 ഇങ്ങോട്ട് കൊണ്ടുവരണം, അപ്പോൾ -5x എന്ന് എഴുതാം. അടുത്തത് ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവരണം, അപ്പോൾ 3y + k = 0. ഇവിടെ എന്ത് ചിഹ്നം ഉപയോഗിക്കണം? ഇവിടെ ഉപയോഗിക്കേണ്ട ചിഹ്നം മൈനസ്. ഇതാണ് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി ഈ പെർപെൻഡിക്കുലർ ലൈൻ -2 -1 എന്നുള്ള പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ എക്സിന് പകരം -2 എന്ന് കൊടുക്കാം, വൈക്ക് പകരം -1 എന്ന് കൊടുക്കാം. -5 × -2 -3 × -1 + k = 0. -5 × -2 2 മൈനസ് ആയതുകൊണ്ട് പ്ലസ് വരും, 10 എന്ന് വരും. ഇത് രണ്ടും മൈനസ് ആവും, പ്ലസ് വരും 3 + k = 0. 10 + 3 13 ആണ്. 13 + k = 0. k = -13. ഇങ്ങനെ വരും, k = -13. അപ്പോൾ ഇവിടെ kക്ക് പകരം -13 കൊടുക്കണം. -5x -3y -13 = 0. ഇത് മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 5x + 3y + 13 = 0. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് ഇവിടെ വരുന്നെങ്കിൽ ആ മൈനസ് ഉൾപ്പെടെ ഇപ്പുറത്തോട്ട് വരണം. ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് ഉൾപ്പെടെ ഇങ്ങോട്ട് വരണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം, ഇൻ്റർചേഞ്ച് ചെയ്യണം. എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോഎഫിഷ്യൻസ് എടുക്കുമ്പോൾ മൈനസ് ഉൾപ്പെടെയുള്ള കോഎഫിഷ്യൻ്റാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ബുക്കൊക്കെ നോക്കി, ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക.